നബിദിനാഘോഷത്തിന് വേണ്ടി സമ്പത്ത് ചെലവഴിച്ചാൽ അതിന് പ്രതിഫലം കിട്ടില്ലേ എന്നാണ്. ഇതൊരു ബിദ്അത്താണ് എന്നതുകൊണ്ട് തന്നെ അള്ളാഹുവും അവൻ്റെ റസൂലും പഠിപ്പിക്കാത്തതും പൂർവ്വസൂരികൾക്ക് പരിചയമില്ലാത്തതുമായതുകൊണ്ട് തന്നെ ആ വിഷയത്തിന് ചെലവഴിക്കുന്നതിന് കൂലി അയാൾക്ക് കിട്ടില്ല എന്ന് മാത്രമല്ല, അത് കുറ്റകരമാണെന്ന് കൂടിയാണ് അതിന് മറുപടി പറയാനുള്ളത്. ഇത് യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഇക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല. മറിച്ച് ആ വിഷയത്തിൽ പരിചയപ്പെടുത്തപ്പെടാൻ ഞാൻ വളരെ ദൂരേക്ക് സഞ്ചരിക്കുകയാണ്. വളരെ ദൂരേക്ക് സഞ്ചരിക്കുമ്പോൾ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം കടന്നു വന്നിട്ട് ഒരു നൂറ്റാണ്ടേ ആയിട്ടുള്ളൂ. ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ അലയൊലികൾ ഉണ്ടായിട്ട് ഒരു നൂറ്റാണ്ടേ ആകുന്നുള്ളൂ. അപ്പോൾ ഒരു നൂറ്റാണ്ട് കാലത്തിനിടയ്ക്കുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശ പ്രചരണത്തിൽപ്പെട്ടതാണ് ഇത്തരം പ്രയോഗങ്ങൾ എന്ന് സാധാരണക്കാരെ ശക്തമായി ധരിപ്പിക്കാൻ ശ്രമിക്കലുണ്ട്. എന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹിജറ 790 മരണപ്പെട്ട ഒരു പണ്ഡിതൻ, അദ്ദേഹം മാലിക്കി മദ്ഹബുകാരൻ കൂടിയാണ്, മദ്ഹബി പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ എണ്ണുന്നയാളാണ്. അദ്ദേഹം 790 മരണപ്പെടുന്നത്. അഷൈഖുൽ ഇമാം അൽ മുഹഖിഖ് അബു ഇസ്ഹാഖ് ശാത്വബി, ഇമാം ശാത്വബി എന്നറിയപ്പെടുന്ന മഹാനായ പണ്ഡിതൻ. അദ്ദേഹത്തിന് ഒരു ഗ്രന്ഥമുണ്ട്, ഫത്താവ അശാത്വബി എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര്. ഫത്താവ ശാത്വബിയിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫത്വയിൽ അദ്ദേഹം പറയുന്നൊരു വാചകം, ഫമഅലൂമുൻ അന്ന ഇഖാമത്തുൽ മൗലിദി അലൽ വസ്ഫിൽ മഅഹൂദി ബൈന അന്നാസി ബിദ്അത്തുൻ മുഹ്ദസ വകുല്ലു മുഹ്ദസത്തിൻ വകുല്ലു ബിദ്അത്തിൻ ദലാല. ഇന്ന് ആളുകൾക്കിടയിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അവർക്കിടയിൽ പ്രസിദ്ധമായ ഒരു ജന്മദിനാഘോഷമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിന ആഘോഷം നടത്തുന്നുണ്ട്. ആ കാര്യം ബിദ്അത്തുൻ മുഹ്ദസത്തുൻ, അത് പുതുതായി ഉണ്ടാക്കപ്പെട്ട അനാചാരമാണ്. വകുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ അനാചാരങ്ങളും വഴികേടാണ്. ഫൽ ഇൻഫാഖു അലാ ഇഖാമത്തിൽ ബിദ്അത്തി ലാ യജൂസ്, അങ്ങനെ ഒരു ബിദ്അത്തായ കാര്യം നടപ്പിൽ വരുത്തുവാൻ സമ്പത്ത് ചെലവഴിക്കുക എന്നത് അത് അനുവദനീയമല്ല, അത് നിഷിദ്ധമായ പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഒരു പൈസ പോലും ചെലവഴിച്ചുകൂടാ. ഇത് മുജാഹിദ് പണ്ഡിതന്മാരുടെ വർത്തമാനമല്ല. ഇത് കേരളത്തിൽ ഏതെങ്കിലും സലഫി പ്രവർത്തകരോ പണ്ഡിതന്മാരോ വിശദീകരിച്ചതല്ല. ഹിജറ 790 അദ്ദേഹത്തിൻ്റെ മരണം. ഇമാം ശാത്വബി റഹിമഹുല്ലയാണ് അദ്ദേഹത്തിൻ്റെ ഫത്വയിൽ ഈ വിഷയം രേഖപ്പെടുത്തിയത്. മാത്രമല്ല, അദ്ദേഹം പറയുന്ന ഒരു വാചകം കൂടി അടിവരയിടേണ്ടതാണ്. അതിനെ തുടർന്ന് അദ്ദേഹം പറഞ്ഞു, വൽ വസിയ്യതു ബിഹി ഗൈറു നാഫിദത്തിൻ, ഈ കാര്യത്തിൽ ചെലവഴിക്കാൻ വേണ്ടി ആളുകൾ അവരുടെ സമ്പത്ത് വസിയ്യത്ത് ചെയ്യാറുണ്ട്. മരണപ്പെടുമ്പോൾ തങ്ങളുടെ സമ്പത്തിലെ ഒരു ഭാഗം അത് ഇഖാമത്ത് മൗലിദിന് വേണ്ടി അല്ലെങ്കിൽ ഇഹ്തിഫാൽ മൗലിദിന് വേണ്ടി, മൗലിദാഘോഷത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ നാട്ടിൽ ഒരു കടമുറി, ഒരു പീഡിയ മുറി, അത് അതിൻ്റെ ചെലവിൽ നിന്ന് കിട്ടുന്നത് ഒരു വർഷത്തെ മൗലിദാഘോഷത്തിന് വേണ്ടി ചെലവഴിക്കണമെന്ന് ഒരാൾ വസിയ്യത്ത് എഴുതി വെച്ചാൽ വൽ വസിയ്യതു ബിഹി ഗൈറു നാഫിദ, ആ വസിയ്യത്ത് നടപ്പിലാക്കാൻ പാടില്ല എന്നല്ല, ബൽ യജിബു അലൽ ഖാലി ഫസ്ഖുഹു, ആ നാട്ടിലെ ഖാളിയാരാണോ അങ്ങനെ ഒരു വസിയ്യത്തും കൊണ്ട് ആരെങ്കിലും വന്നാൽ ആ നാട്ടിലെ ഖാളിയാരാണോ ആ ഖാളി ഇടപെട്ടുകൊണ്ട് ആ വസിയ്യത്ത് ദുർബലമാക്കണം എന്നാണ് ഹിജറ 790 മരണപ്പെട്ട ഇമാം ശാത്വബി അദ്ദേഹത്തിൻ്റെ ഫത്താവ അശാത്വബി എന്ന ഗ്രന്ഥത്തിൽ വളരെ ഗൗരവത്തോടു കൂടി രേഖപ്പെടുത്തിയത്. അപ്പോൾ ചെലവഴിക്കാൻ പാടില്ല എന്നത് കൃത്യമാണ്.